പുറത്ത് പറയാൻ അവകാശമില്ല. അമ്മ വേലി വാ അമ്മ മുന്നൻ വാ. കിരീടമുള്ളൊരു ടുന്നുവാവ, മീശയുള്ളൊരു ടുന്നുവാവ. അമ്മ വേലി വാ അമ്മ മുന്നൻ വാ. അമ്മ വേലി വാ അമ്മ മുന്നൻ വാ. ആരെങ്കിലും തന്നെ കയറ്റോ? ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ ഇതിനകത്തോട്ട് എടുത്ത് ചാടിയത്? അതാണ് എൻ്റെ സ്പോട്ടിൽ വന്ന് കിടക്കുന്നത്. അതൊക്കെ പറയാം. ആദ്യം എന്നെ ഒന്ന് വലിച്ചു കയറ്റ്. എന്നെ മനസ്സിലായോ? ഏതായാലും മലയാളിയാണെന്ന് മനസ്സിലായി. സാഹിത്യോനത്തെല്ലാം തള്ളിയിട്ടില്ല. ഞാൻ മാവേലിയാണ്. ഓണമാകുമ്പോൾ കുറേ മഹാബലിമാരിങ്ങനെ ഇറങ്ങും. അല്ല, സാധാരണ ഈ മാളിൻ്റെ ഫ്രണ്ടിലും തുണിക്കടയുടെ ഫ്രണ്ടിലുമാണല്ലോ നിൽക്കുന്നത്. ഇതിൻ്റെ ഇതുവഴി വന്നേക്കും. ഞാൻ ശരിക്കും മാവേലിയാണ്. നിങ്ങൾ മാവേലിയാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആധാർ കാർഡുണ്ടോ? അല്ല, ID കാർഡുണ്ടോ? സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പിൻവാതിൽ കൂടെ വാങ്ങിച്ചതായിരിക്കരുത്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതൊന്നും എൻ്റെ അടുത്തില്ല. ഒന്നുമില്ല. പിന്നെ ഞാൻ നിങ്ങളെ വിശ്വസിക്കും. മാവേലിയാണെന്ന് തെളിയിക്കാൻ ഇനി ഞാൻ എന്താ വേണ്ടത്? എന്ത് ചോദിച്ചാലും തരും. അങ്ങനെയാണ് എനിക്ക് കള്ള് വേണം. കള്ളനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തതാണ്. പക്ഷെ ഏതായാലും ഇതിപ്പോൾ എൻ്റെ ആവശ്യമായി പോയില്ലേ. ശരി, അങ്ങനെ ആവട്ടെ. അപ്പൊ നിങ്ങൾ ശരിക്കും മാവേലിയാ? വിശ്വസിച്ച് ഞാൻ വിശ്വസിച്ച് നിങ്ങൾ ഒറിജിനൽ മാവേലി തല്ല. അല്ല, എനിക്ക് ഇത് കഴിയുമ്പോൾ അടിക്കാനായിട്ട് കുറച്ച് സാധനം കൂടി വേണമായിരുന്നു. അത് നടക്കൂല. ഒരാളുടെ ഒരാഗ്രഹം മാത്രമേ ഞാൻ സാധിച്ചു. ആണോ? ആ, പൊലിച്ചതിയായി പോയല്ലോ അത്. ശരി, നിന്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ സാധിച്ചു തരാം. ഏതായാലും ഞാൻ പ്രജകളെ കാണാൻ വേണ്ടി ഒന്ന് നാട് ചുറ്റാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സഹായിയായി താൻ കൂടെ കൂടിക്കൂടോ? തെണ്ടി കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാവേലിനെ ഈ നാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ കൊണ്ടാ കാണിക്കാം. നാട് വഴിയൊക്കെ എനിക്കറിയാം. ഞാൻ വർഷാവർഷം ഇവിടെ വരുന്നതല്ലേ. എന്നാലും മാവേലിക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം കണ്ട കേരളമല്ല ഈ വർഷം. അപ്ഡേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് എഴുതി. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. ഏതായാലും ഞാൻ തിരിച്ചു പോകുമ്പോൾ നിന്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ സാധിച്ചു തരാം. അപ്പോൾ എന്നാ പോണേ? ഒരുമാതിരി ഗൾഫേരോട് ചോദിക്കുന്നവർ എന്നോട് ചോദിക്കരുത്. നടക്കേ. കുട തട്ടല്ലേ? വാ. ഇതാരേ തെരയുന്നത്? അല്ല മോനെ, ഞാൻ വന്നിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എല്ലാവർക്കും ഭയങ്കര തിരക്കല്ലേ എൻ്റെ തിരുമേനി? ആണോ? പിന്നെ ഓണത്തിൻ്റെ ഓണറായ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ല ആൾക്കാരൊക്കെ തിരക്ക്. ഓണത്തിന് ഓഫറുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് ഇപ്പം തിരക്ക്. അങ്ങ് ചെന്ന് ടൗണിലോട്ട് ചെന്ന് കാണാൻ ഇഷ്ടം പോലെ തിരക്ക്. ആണോ? പിന്നെ അല്ലാണ്ട്. ഇത് അങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോണോന്ന്? പോയാലേ അവന്മാർ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പിടിച്ചു നിർത്തും. നല്ല മാവേലിയെ കിട്ടാൻ വേണ്ടിയിട്ട് പത്രത്തിൽ പരസ്യം ചെയ്തവന്മാർ അവന്മാർ 750 രൂപ. പിന്നെ നല്ല വാറ്റയും അത് മേടിക്കാൻ പോയി നിൽക്കണോ അവിടെ? എൻ്റെ മോനായി, അവരെ പോലെയാണോ ഞാൻ? അതെ, എനിക്ക് എൻ്റെ പ്രജകളെയൊക്കെ കാണണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ വന്നത്. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ നമുക്ക് ആ വഴിക്കങ്ങ് പോവാം. പിന്നെ അങ്ങയുടെ ഒരു കാര്യം പറയാണ്. അങ്ങയുടെ പേരിൽ ഞങ്ങൾ എല്ലാ മാസവും ഒത്തുകൂടുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെ? മാവേലി സ്റ്റോർ. ഓ, സമാധാനായി. അങ്ങനെ ഒരു സ്റ്റോർ ഉണ്ടല്ലോ. അതെ, അവിടെ നിന്നാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സമാധാനായി. അപ്പൊ എന്തായാലും എന്റെ പേരിലൊരു സ്ഥാപനം ഉണ്ടല്ലോ. ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം എത്തുന്നുണ്ടല്ലോ. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതല്ലേ ഇവളുമാര് വാങ്ങിച്ച് വെച്ചേച്ച് ഈ ഭാര്യാസ് എല്ലാം കൂടെ ആര്യാസി നൂണ് ഓർഡർ ചെയ്യും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ മിണ്ടാൻ പറ്റത്തില്ലല്ലോ. വല്ല കഷായം വാങ്ങാനും തന്നാലോ? കഷായം നല്ലതല്ലേ? അവക്ക് നല്ലതാ. കഴിച്ചേച്ച് ഞാൻ മേളിലോട്ട് പോവുകയല്ലേ. അവൾ അവിടെ ജയിലിൽ പോയിട്ട് നല്ല ലക്ഷറി ആയിട്ട് ഫുഡ് അടിച്ച് കിടക്കും. അതിന് ഞാൻ അവളെ അനുവദിക്കത്തില്ല. ഞാൻ അക്ഷരം മിണ്ടത്തില്ല. എന്നോടാ കളി. മാവേലി ഇപ്രാവശ്യം കാണാൻ പറ്റുമെന്നുള്ളത് സ്വപ്നത്തോട് വിചാരിച്ചില്ല. എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണം. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുകളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ പ്രതിക്ക് എന്താണ് വേണ്ടത്? 1 കിലോ കഞ്ചാവും കുറച്ച് MD. ബിഗ് ഹൗസ്. ഉറക്കെ പറയല്ലേ. ഇതാണ് ബിഗ് ഹൗസ്.
ഇവിടെ നമുക്ക് ഉറക്കെ പറയാൻ അവകാശമില്ല. ഉറക്കെ പറയാനും ഒച്ച വെക്കാനും ഒക്കെ അവർക്കേ അവകാശമുള്ളൂ. കളി ഞങ്ങൾ കളിക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കളിക്കണമെന്നുണ്ടെങ്കിൽ കളിയുടെ റൂളിനനുസരിച്ച് കളിക്കണം. കംപ്ലീറ്റ് എണ്ണത്തിന്റെയും വലിച്ചു പറിച്ച് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടിടും. ക്യാപ്റ്റനാണ് സ്റ്റോറൂമിൽ കയറേണ്ടത്. അതാത് സാധനങ്ങൾ വീതിച്ചു കൊടുക്കേണ്ടത് ക്യാപ്റ്റനാണ്. അല്ലാതെ ഓരോ ഇത് വേറെ റൈറ്റ്. ഇതാര്? ഇതാണ് നിഖിൽ മാരാണ്. മര്യാദയ്ക്ക് കളിച്ചാൽ മര്യാദ. ചെണ്ടകൊട്ടൻ്റെ അതല്ല, ഇത് ചെണ്ടകൊട്ടിന്റെ അല്ല, ഇത് പലരുടെയും തലക്കെട്ട് കൊട്ടുന്ന മാരാ. അതാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഈ ബിഗ് ഹൗസിലെ ആൾക്കാരെയൊക്കെ സമ്മതിക്കണം. കുറെ ആൾക്കാരെ കൊണ്ട് ഒരു വീടിനകത്ത് പൂട്ടിയിട്ടോ ഇതല്ല ഇതിലപ്പുറം നടക്കും. അല്ലേ? എന്തൊരു കഷ്ടം നോക്കി. പാതാളത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എന്നോട് തന്നെ അത് പറയണം. ദൈവമേ, ആർട്ടിസ്റ്റിന്റെ കാര്യം ഞാൻ മറന്നുപോയി. അല്ല, കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? എന്ത് കാര്യം? അല്ലെന്ന് ഈ ചെലവ് കാശേ ദുട്ട് മണി അത് ഞാനേ പാതാളത്തിൽ ജംഗിൾ റമ്മി വെച്ചുണ്ടാക്കും. അവിടെ ജംഗിൾ റമ്മി കളിക്കും. പിന്നെ ഞങ്ങളും കളിക്കും ഇവിടെ ജംഗിൾ റമ്മി. ഓൺലൈനിലോ? ഓൺലൈനിലല്ല, ഓഫ്ലൈനിൽ. ഒരു 4 എണ്ണം അടിച്ച് ഓഫായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഈ ചെറിയ ജംഗിൾ പോലെ സ്ഥലം കണ്ടോ, അവിടെ ഇരുന്ന് ഞങ്ങളൊരു 4-5 പേര് ഈ ജംഗിൾ റമ്മി കളിക്കും. പക്ഷെ പോലീസ് പിടിച്ചാൽ പഴിയാട്ടോ. അതൊക്കെ പാതാളത്തില്. അവിടെ ഞാൻ തന്നെ കളിക്കും, ഞാൻ തന്നെ പോലീസ്, എല്ലാം ഞാൻ. എന്നാ പിന്നെ വിശക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? അയ്യോ, എനിക്ക് വേണ്ട. എന്താ? ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് വേണം എന്റെ വയറ് കേടായിട്ട് പാതാളത്ത് പോയിട്ട് ചുരുണ്ട് കൂടി കിടക്കാൻ. അപ്പോൾ അവിടെ മാവേലി തന്നെ ഓളിനോളാകേണ്ടി വരും. മാവേലി തന്നെ ബാത്റൂമിൽ പോകേണ്ടി വരും, മാവേലി തന്നെ വെള്ളവും കോരേണ്ടി വരും. പിന്നെ നല്ല പച്ചക്കറി കഴിക്കാന്ന് വിചാരിച്ചാലോ? ആ വില ഇവിടുത്തെ അത് മാവേലിക്ക് അറിയത്തില്ലേ? ഇവിടെ പച്ചക്കറിക്കല്ല വില, പച്ചക്കറി കേടാകാതിരിക്കാൻ വേണ്ടി അടിക്കുന്ന മറ്റേ വിഷമില്ലേ, അതിനാണ് വില. ഇത് എല്ലാം കൂടെ ടാലി ചെയ്ത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പച്ചക്കറിക്ക് വില കൂട്ടിയേക്കുന്നത്. ഞാൻ ആലോചിക്കാണേ, എന്തിനാ വെറുതെ ഇങ്ങനെ മെനക്കെടുന്നത്? കണ്ടാ ഇത്ര പോലെ പാടാ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇതിന് വിത്തിട്ടിട്ട് വിളവെടുത്തൂടെ? അതറിയത്തില്ലേ? എന്റെ പൊന്നു മാവേലി, ഇപ്പൊ ആളുകൾക്ക് ആവശ്യം വിത്തല്ല, മിത്താണ്. ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ഈ പാടത്ത് വിത്തിറക്കുന്നതിനെ കുറിച്ചൊന്ന് അവലോകനം ചെയ്യും. ഞാൻ പോയിട്ട് 2 എണ്ണം അടിച്ചിട്ട് എന്തെങ്കിലും ഫുഡും കഴിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. ഓക്കെ, ശരി. ആരാണ്? ഞാൻ രാജമ്മ, ഇതെന്റെ ഗുണഭാവ. മറ്റാണോ? എന്ത് വേണേലും വിളിച്ചോളൂ, ഒരു ഉളുപ്പില്ലാതെ ഞാൻ നിന്ന് കേട്ടോളാം. എനിക്ക് മനസ്സിലായി. അല്ല, ഭവതിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഭവതിയല്ല, രാജമ്മ. വാ, നമുക്കൊരു വീഡിയോ ചെയ്യാം. ശരിയാവില്ല, വൈറലാവും. വയറ് അത്യാവശ്യം ഉണ്ട്, ഇനി വയറലാവണ്ട. ഗുണഭാവേ, ഫ്രെയിമിൽ നോക്കി ഹായ് പറ. വേണ്ട, തുടങ്ങിക്കോ. കിരീടമുള്ളൊരു ടുന്നുവാവ, മീശയുള്ളൊരു ടുന്നുവാവ, കുടവയറുള്ളൊരു ടുന്നുവാവ, എന്റെ പൊന്നാര കുഞ്ഞുവാവ. തെങ്ങ് ചേതിക്കില്ല, കള്ള് ചേതിക്കില്ല, കള്ളിനോളം ഗുണം ഒന്നുമില്ല. അപ്പോൾ ഓക്കെയാ, ഞാൻ മാവിലെത്തപ്പെട്ടോ, നീ വിട്ടോ. കല്ലുമരത്തിൻ കായ. അല്ല, ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോയ സാധനം എന്ത്? അതിൻ്റെ ദേഹം മുഴുവനാണ് സ്വർണ്ണ, വല്ലവനും തട്ടിക്കൊണ്ട് പോയാവും. മാവേലി, മാവേലി, മാവേലി. കൊതികെ കൊതികെ കുത്തല്ലേ, എന്റെ കുഞ്ഞു പാവയെ കുത്തല്ലേ, പാമ്പേ പാമ്പേ കൊത്തല്ലേ, എന്റെ ഉണ്ണി പാവയെ കൊത്തല്ലേ, കാക്കേ കാക്കേ തൂറല്ലേ, ഈ ഉണ്ണിത്തലയിൽ തൂറല്ലേ. മതി 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 മതി, ഇതിലും ഭേദ കാക്ക തൂർന്നായിരുന്നു. കണ്ണ് തെറ്റിയ നേരത്തെ ഇതായിരുന്നു ഇവിടുത്തെ പരിപാടി അല്ലേ? അത് എന്റെ പരിപാടിയല്ല, ഈ തള്ളേന്റെ പരിപാടിയാണ്. നീ കൊണ്ടുപോവാ മതി, വാ കൊണ്ടുപോവാ, നമുക്ക് ഈ കൊണ്ടുവാക്കി തൽക്കാലം സമയമില്ല കേട്ടോ. ഈ ഷേപ്പിൽ തന്നെ തിരിച്ച് പാതാളത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഓടിക്കോ. ഞാൻ വന്നില്ലായിരുന്ന കാണായിരുന്നു ഈ കുണ്ണുമാവ് തൊട്ടി കിടന്ന് ആടുന്നത്. എന്താ നീ വന്നത് നന്നായി, രക്ഷപ്പെട്ടു. സത്യം. हाय नमस्कार, मैं हूँ गोगोल रूबक.
ഇന്ന് നല്ല ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ വന്നത് പ്രേക്ഷകരെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേക്കോ കേരള എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക്. പിറകെ അതാണ് നിങ്ങൾക്ക് നാം പരിചയപ്പെടുത്തുന്നത്. ഓക്കെ ഗായ്സ്, വളരെ മനോഹരമായ വീഡിയോ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. 10 ദിവസമാണോ കേരളത്തിൽ വരുന്നത്? അതെ, വ്യത്യസ്തമായിരുന്നു. ഒരു 5 ദിവസം കേരളത്തിലും ഒരു 5 ദിവസം ബംഗ്ലാദേശിലും പോകുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു വെറൈറ്റി ആവില്ലേ? പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബംഗാളിൽ ഞാനൊന്ന് വൈറലാക്കി തരാം. ഉറപ്പ്. ഇപ്പൊ ശരിയാക്കി തരാം. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു. അരെ ഭയ്യ, एक्सक्यूज मी, അതായത് മുझे देखो वो ആനെ വാല. മലയാളത്തിൽ പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. എന്നാ പിന്നെ എന്തിനാണ് എന്നെ നാക്കിൽ വെള്ളം വെച്ചിക്കാൻ വേണ്ടി നീ ഇതിലും? നിങ്ങൾ മലയാളത്തിൽ ചോദിച്ചാ ഇത് ആരാന്നറിയോ നിനക്ക്? എന്ത് വർത്താനേ ചേട്ടാ ഇത്? ഇത് കേരളത്തിലെ മഹാബലി തമ്പുരാനെ. ഏ? ആ, മാവേലി. നിങ്ങൾ മാറി. നിങ്ങളെ കുറിച്ച് ഞാൻ നിറച്ച് കേട്ടിട്ടുമുണ്ട്. നിങ്ങളെ കുറിച്ച് നിങ്ങൾ വലിയ ആളാണ്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ പോവാം. എനിക്ക് കുറച്ച് പ്രേക്ഷകരുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ ഇന്ന് മാവേലി വന്ന ദിവസം നമുക്ക് ഉഷാറാക്കാം. കുഴപ്പമൊന്നും ഇല്ലല്ലോ, സുഖമല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഓക്കെ. ഹായ് ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞെട്ടിക്കുന്ന, നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മറ്റാരുമല്ല, കേരളം ഭരിച്ച ആ മഹാബലി തമ്പുരാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കണ്ടോളൂ, ഒരു ആയി കൊടുത്തോളും മാവേലി. ഇതാണ്, പാതാളത്തിലാണ് ഇദ്ദേഹം. ഇത് ഒരുപാട് കാലം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അറിയാത്തവർക്കായിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഇത് കേരളം മുമ്പ് ഭരിച്ചിരുന്ന കേരളം മുമ്പ് ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ. ഈ നാട്ടിൽ കള്ളവുമില്ല, ചതിവുമില്ല, പൊളിവുമില്ലാതെ ഈ നാട്ടിലെ രാജാവായി വാണിരുന്ന ഈ മഹാബലി തമ്പുരാനെ ഭരണം കണ്ട് അസൂയമൂത്ത് ഒരാള് വന്ന്, വാമനൻ എന്ന് പറയുന്ന ഒരാള് വന്ന് ചവിട്ടി താറ്റി പാതാളത്തിലേക്ക്. ഗൈസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം പ്രജകളെ വിട്ടു പിരിയാതെ സ്നേഹം ഉള്ളിലൊതുക്കിക്കൊണ്ട് ചിങ്ങമാസത്തിൽ അത്തനാളിൽ വന്ന് ഇവിടെ കൂടി പൂക്കളം മുട്ടി സ്വീകരിച്ച് പിന്നെ ഓണത്തിന് സദ്യയെല്ലാം ഉണ്ടാക്കി കഴിച്ച് സ്വന്തം പ്രജകളെ വർഷത്തിൽ ഒരിക്കൽ കാണാൻ വരുന്ന നമ്മുടെ മഹാബലി തമ്പുരാനാണ് ഇത്. ഓണസദ്യയൊക്കെ ഉണ്ടാക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സദ്യ ഉണ്ടാക്കുന്ന കേരള ഗാന തയ്യാറാക്കുന്ന ഈ വിറകൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഓണസദ്യ ഉണ്ടാക്കി മഹാബലി തമ്പുരാൻ സദ്യയൊക്കെ കഴിച്ചിട്ട് വീണ്ടും പാതാളത്തിലേക്ക് മടങ്ങുന്നത്. എന്തായാലും മഹാബലി തമ്പുരാനെ നമുക്ക് കണ്ടു കിട്ടിയതില്ലേ, നമ്മുടെ ചാനലിലൂടെ നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ ശ്രമിക്കാൻ പറ്റിയത് വലിയ സന്തോഷമായി ഞാൻ കരുതുന്നു. നിങ്ങൾക്കെല്ലാം ഹാപ്പി ഓണോ തിരുമേനി, ഹാപ്പി ഓണോ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. തിരുമേനി, നമ്മളെ ഓണം തുടങ്ങുന്നത് പിള്ളേർ ഓണത്തിൽ നിന്നാണ്. അതെ അതെ, കുട്ടികളിൽ നിന്നാണ് ഓണം തുടങ്ങുന്നത്. അതെ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും 2 വാക്ക്. ഓണം എന്ന് പറഞ്ഞാല് പിള്ളേരോടാണല്ലോ. അതെ. കുട്ടികളാണ് മാവേലി വരുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ചാനൽ കാണുന്ന പിള്ളേർക്ക് വേണ്ടി, കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. ഓണം വന്നല്ലോ, ഊഞ്ചാലിട്ടല്ലോ, കൊടി ഉടുത്തല്ലോ, ഉണ്ണി സാടിമറിഞ്ചല്ലോ, കൂട്ടുകാരെ ഓടി വരൂ ഓണമായല്ലോ, കൂട്ടുകാരെ ഓടി വരൂ ഓണമായല്ലോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയൂ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ, നന്മ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള മീഡിയ.